ആശാനെ അത് കഴിക്കരുത്, അവന്റെ ഐഡിയ വെറുതെ ആശാനെ ആശാൻ കഴിക്കും. ആശാനെ കഴിക്കരുത്, വീണു പോവും. വീണുപോയി. കഴിക്കടാ. ആരും വീണുപോകും. The Salt Restaurant, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ. വെളിയത്തുനാട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൂൺ കർഷക സംഗമം നടന്നു. കളമശ്ശേരി മണ്ഡലത്തെ കാർഷിക ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരിയോട് ചേർന്ന് മണ്ഡലത്തിലെ മുഖ്യ വിള കൃഷി ചെയ്യുന്ന കർഷകരെ ഒരുമിപ്പിക്കുന്ന കർഷക സംഗമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വെളിയത്തുനാട് സർവീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂൺ കർഷക സംഗമം വെളിയത്തുനാട് കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ചേർന്ന് ഉള്ള പ്രവർത്തനത്തിൽ നല്ല മാറ്റം വന്നിരിക്കുന്നു. ഉൽപാദനം വർദ്ധിച്ചിരിക്കുന്നു. നമുക്ക് 1000 ഏക്കറിലധികം തരിച്ചു കിടന്ന പാടത്ത് കൃഷി, നെൽകൃഷി എല്ലാം നോക്കുമ്പോൾ 1200ഓളം ഏക്കറിൽ പുതുതായി പച്ചക്കറി കൃഷി വന്നിട്ടുണ്ട്. കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ അധ്യക്ഷത വഹിച്ചു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നല്ല വിപണന സാധ്യതകളും ഒപ്പം പോഷകമായ സമൃദ്ധമായ കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിൽ വെളിയത്തുനാട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏകദേശം 1000 കുടുംബങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. ഈ സംഗമവും തുടർന്നുള്ള സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം കൊണ്ട് ഇനിയും കൂടുവാൻ കഴിയും. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത വീട്ടമ്മമാരാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ വരുമാനം അവർക്ക് വലിയ ആശ്വാസമാകുമെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതി വിശദീകരണം സബ് കമ്മിറ്റി കൺവീനർ എം എസ് നാസർ നടത്തി. കൂൺ കൃഷിയുടെ സാധ്യതകളും പ്രശ്നങ്ങളെയും കുറിച്ച് ശ്രീജ രാജീവ് നാരായണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. മുൻ പ്രസിഡന്റ് എസ് പി ജയരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് മോഹൻകുമാർ, ജോർജ് മേനാച്ചേരി, റംല ലത്തീഫ്, കൂൺ കമ്മിറ്റി കൺവീനർ അനിൽകുമാർ, നോഡൽ ഓഫീസർ ഗീതാ ചന്ദ്രൻ, കൃഷി ഓഫീസർ എൽസ ഗെയിൽസ്, ആത്മാ BTM നിഷിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അവബോധ പരിപാടികൾക്ക് ശേഷം മുനിസിപ്പൽ പഞ്ചായത്ത് തല ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നു. ജനറൽ കൺവീനർ MP വിജയൻ ചർച്ച ക്രോഡീകരണം നടത്തി. മണ്ഡലം തല കൺവീനറെ തിരഞ്ഞെടുത്തു. സബ് കമ്മിറ്റി അംഗം ജോഷി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വെളിയത്തുനാട്.